ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഞാൻ മെറ്റീരിയൽസ് കാണിച്ചിരുന്നില്ലേ, അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ വീഡിയോസ് തന്നെ പെൻഡിങ് ഉണ്ട്, അതിങ്ങനെ ഓരോന്നായിട്ട് ഇടാം കേട്ടോ. പിന്നെ ഡെയിലി ഇടാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചുരിദാർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഒറിജിനൽ കളർ ഇങ്ങനെ കേട്ടോ, അടിപൊളി ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങ ഡിസൈൻ എന്ന് അതിന് പറയാം. പിന്നെ ഇത് ഞാൻ മുന്നേ ചെയ്തിരുന്ന സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, സെയിം വർക്ക് തന്നെയാണ്. ഇനി ഇവിടെ മിറർ ഡിസൈൻ ചെയ്യാണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ചുരിദാറാണ് ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കഴുത്ത് ഞാനിങ്ങനെ റൗണ്ടാണ് കൊടുത്തിരുന്നത്, ബാക്കി രണ്ടെണ്ണം വി മോഡലാണ് കേട്ടോ. ഒന്ന് മാത്രമാണ് ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തിരുന്നത്. അതിൻ്റെ താത്താക്ക് തയ്ച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ലേസൊക്കെ അടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇനി ഇതിന് മിറർ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചുറ്റിപ്പുറം പോയപ്പോൾ എനിക്കൊരു ക്ലോത്ത് നമ്മുടെ വെൽവെറ്റിൻ്റെ ബ്ലാക്ക് തുണിയെടുത്ത് അതിലേക്ക് ഡിസൈൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് ലേസ് വാങ്ങി. ഇത് മീറ്ററിന് എത്ര 90 രൂപയ്ക്കായിരുന്നു. പിന്നെ നമ്മുടെ ക്ലോത്തിന് മീറ്ററിന് 90 രൂപ കേട്ടോ വരുന്നത് ഇതിന്. അപ്പോൾ ഇതിലേക്കുള്ള ഷോള്, അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്കുള്ള ഷോൾ എടുത്തത് കേട്ടോ. എന്താവും പാട് നല്ല എനിക്ക് ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തേന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിരുന്നത് ഡയമണ്ടിൻ്റെ ഷേപ്പുള്ളത് കേട്ടോ ഞാൻ മുന്നേ ചെയ്തിരുന്നത്. പക്ഷെ അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വിചാരിച്ചത്. അത് റെയിൻബോ ഡിസൈനാണ്. റെയിൻ ഡിസൈൻ എന്നുണ്ടോ, നമ്മളെ മഴത്തുള്ളി ഇങ്ങനെ വിറ്റിക്കണ പോലത്തെ. അപ്പോൾ ഇതാണ് ഞാനിവിടെ ചെയ്യണം കേട്ടോ. മുന്നത്തെ ഡിസൈൻ ഞാൻ കാണിച്ചിരുന്നു, കാണാത്തവർ പറ്റുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, തുടങ്ങണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല വിശപ്പ്. ഞാൻ അർഷുവിനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമെന്ന് വെച്ചാൽ, അപ്പോൾ ആൾ എന്താ ഷവർമേ എന്തോന്നാണ് ഞാൻ നോക്കിയിട്ടില്ല. അതാൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് എല്ലാ കൊല്ലവും പെരുന്നാൾക്ക് മൈലാഞ്ചി മൂപ്പരാളെ കൊണ്ടുവന്ന ഒരാളാട്ടോ. ഞാൻ വാങ്ങാറില്ല. ഡ്രസ്സൊക്കെ ഞാൻ എടുത്താലും മൈലാഞ്ചി എനിക്ക് മൂപ്പരാളെ കൊണ്ടുവന്ന് തരല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നാട്ടോ അത് ഈ ലിപ്സ്റ്റിക്ക്. ഞാൻ ചോദിച്ചത് എന്തിനാണ് ഈ കളറെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു അതിനെന്താ കുഴപ്പം. ഞാൻ പറഞ്ഞു ഇത് എന്ത് കളറാണ്, ഒരു ഓറഞ്ച് പോലത്തെ, എന്തിനാ ഇതെന്ന് വെച്ച്. എനിക്കിഷ്ടമായി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ മാറ്റിക്കാൻ നിന്നില്ല കേട്ടോ, മൂപ്പരാൾക്ക് ഇഷ്ടമായതല്ലേ വിചാരിച്ച്. അതിനെന്താ ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ്, എന്താ പാടെന്ന് അറിയില്ല. കണ്ടിട്ട് എനിക്ക് വല്ല തൃപ്തിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. അത് തുറന്നപ്പോൾ ഒരു വെള്ളം ഇതിലാണ് വന്നത്. പക്ഷേ വലിയ സുഖമൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ കളറ് വരിക. എന്തായാലും ആൾ വാങ്ങി തന്നല്ലേ വിചാരിച്ച് ഞാൻ നോക്കി. പിന്നെ ഞാൻ മണത്ത് നോക്കിയപ്പോൾ വലിയ മണമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. എന്തായാലും വേണ്ടിയില്ല, കിട്ടിയതല്ലേ വിചാരിച്ച്. പിന്നെ മൈലാഞ്ചി സ്ഥിരം വാങ്ങി വെക്കുന്നതല്ലാന്ന് ഞാൻ ഇടാറില്ല. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി വേഗം ഭക്ഷണം കഴിക്കട്ടെ. വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നപ്പോൾ വേഗം ഭക്ഷണം കഴിച്ച് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല. കഴിയാൻ നേരത്താട്ടോ വീഡിയോസ് എടുത്ത്. അപ്പോൾ അർഷവ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് കുറ്റിപ്പുറം ഒന്ന് പോകാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലൊരു മാങ്ങ കേട്ടോ, മാങ്ങ കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കുറ്റിപ്പുറം ഒന്ന് പോകാണ്ട്. അപ്പോൾ ഇനി കുറ്റിപ്പുറം പോകണം. അപ്പോൾ എന്താ വെച്ചാൽ അർഷവിന് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല, സർപ്രൈസായിട്ടാണ് എടുത്ത് കൊടുക്കാൻ വിചാരിക്കണത്. പിന്നെ ആളവിടെ വണ്ടിയുമുണ്ട്. സമയം 9 മണിയായിട്ടാണ്. ഏകദേശം ചില കടകളൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ കടകളൊക്കെ ഓപ്പണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പിന്നെ വലിയ ക്രൗഡല്ല കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല, രാത്രിയല്ലേ. അതിനതാ ഞങ്ങൾ വിചാരിച്ചു അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങാൻ. പിന്നെ ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഷർട്ട് എടുക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സിൽസിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. വേറെ കടയിൽ നിന്നൊന്നും തരാൻ നിന്നില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നു, അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറുതായിട്ട് കോൾഡ് വരുന്നുണ്ട്. പനിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് വർക്കും കൂടി ഉണ്ട് ചെയ്ത് തീർക്കാനുള്ളത്. പിന്നെ എൻ്റെ ഡ്രസ്സ് അടിക്കാനുണ്ട്. പിന്നെ വേറെയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ
കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതാ മൂപ്പരാൾക്കുള്ള ഷർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷർട്ടൊക്കെ എടുത്ത് ആളാകെ അന്തം വിട്ടു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ അതാ ഒരു ലക്കി കൂപ്പണൊക്കെ കിട്ടി. ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കുകയാണെങ്കിലോ സമ്മാനം കിട്ടുകയാണെങ്കിൽ ഒരു കാര്യമില്ലേ വിചാരിച്ച് അതൊക്കെ പൂരിപ്പിച്ച് കൊടുത്തു. അങ്ങനെ പോയി. അപ്പോൾ ഫൈനലി നമ്മളുടെ ടോപ്പ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേ കണ്ട ഞാനിങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തത്. പിന്നെ മുന്നത്തെ ഡിസൈന് സെയിം തന്നെയാണ്, പക്ഷേ ഈ മിറർ വർക്കിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇത് വേറെ ഒരു സൈസ് മിറർ വർക്കാണ് കേട്ടോ. ഇത് കണ്ട ഇതിങ്ങനത്തെ വേറൊരു സ്റ്റോണാണ് ഇത് വരുന്നത്. അപ്പോൾ പിന്നെ ഇത് ഞാൻ ഗോൾഡിലാണ് കൊടുത്തിരിക്കുന്നത്, മറ്റേതൊക്കെ സിൽവറിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇതിനുള്ള പ്രത്യേകത തന്നെ. പിന്നെ ഞാൻ സ്ലീവിൽ ഈ ലേസാണ് കൊടുത്തിരിക്കുന്നത്, നമ്മളെ ട്യൂബ് ലൈറ്റ് ലേസ് എന്ന് പറയും. ഇതാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ താഴെ പോർഷനിലും ഇതന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ, കണ്ടില്ലേ. അതിനതാ നമ്മളുടെ ടോപ്പൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ലഗേജൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരെ കസ്റ്റമർക്ക് ആണ് കൊടുക്കാനുള്ളതാണ് കേട്ടോ, നേരം എടുത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഇതേ സമയം എന്താ 2:46 3 മണിയാവാറായി. പുറത്ത് നല്ല മഴ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഞാൻ ഇവിടെ കിടക്കാമെന്ന്. അപ്പോൾ അതേ ഹർഷടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പെരുന്നാളിൻ്റെ എന്താ പറയുക എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊന്നും കേട്ടോ ഡിസൈൻ ചെയ്യാൻ. ഇതേ ഏകദേശം ഇതുപോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അപ്പം പിന്നെ വിചാരിച്ച് വേണ്ടാന്ന്, ഇത് വേറെ ഏതെങ്കിലും മോഡൽ തയ്ക്കണം. അപ്പോൾ ഇതും കൂടിയാണ് ഇപ്പോൾ അർജൻറ്റല്ല തയ്ക്കാനുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫൈനലി ഇതാ നമ്മുടെ ടോപ്പ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എൻ്റെതല്ല, ഞാൻ മുന്നേ അടിച്ചതിൻ്റെ ഇതാ ഡിസൈനൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയില്ലേ, നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ എൻ്റെതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. എന്നാണിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല, എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ.